ഒരു മരത്തിന്റെ വിഷയത്തിൽ ഒരു മരം മുറിച്ചു മാറ്റുന്നിടത്ത് ദുൽമ വരുന്നത് നബി തങ്ങൾ പറഞ്ഞത് അത്ഭുതകരമാണ്. ഒരു മരം ജനങ്ങൾക്ക് തണൽ കൊടുക്കുന്ന മരം, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. എന്നാൽ ആളുകൾ അങ്ങനെ അതിന്റെ ചോട്ടിൽ വന്നിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തണൽ നൽകുന്ന ഒരു മരം വെട്ടിമുറിച്ചു കഴിഞ്ഞാൽ സവ്വബല്ലാഹു റഅസഹു ഫിന്നാർ, അവരുടെ തല അല്ലാഹു നരകത്തിലേക്ക് വെച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖതഅ സിദ്റതൻ, ഒരു സിദ്റ മരം ആരെങ്കിലും മുറിച്ചാൽ, സിദ്റ എന്ന് പറയുന്നത് മരുഭൂമിയിൽ ഉണ്ടാകുന്ന കള്ളിച്ചെടിയാണ്. മരുഭൂമിയിലെ ആ മരത്തിന്റെ തണലേ കാണൂ, ബാക്കിയൊക്കെ ഒഴിഞ്ഞിടക്കല്ലേ. ആ മുൾച്ചെടിയാണെങ്കിലോ ഒരൽപ്പം ഇലകളുള്ള ഹൈറ്റ് കുറഞ്ഞ മരമാണ് ഈ സിദ്റ. ആ സിദ്റ മരത്തിന്റെ താഴെ എന്തെങ്കിലും കൈവച്ചോ ഒരു മുണ്ട് വെച്ചോ തലചായിക്കുന്ന ഒരു വിശ്രമമാണ് പഴയകാലത്തെ കച്ചവടക്കാർക്കുണ്ടാവുക. ആ ഒരു വിശ്രമത്തിലിരിക്കുന്ന മരം ആരെങ്കിലും അന്യായമായി മുറിച്ചു മാറ്റിയാൽ, നോക്കണം, തണൽ നൽകുന്ന ഒരു മരം മുറിച്ചു മാറ്റരുത് എന്ന് പുണ്യനബി തങ്ങൾ പറയാം. ഇതൊരു റോഡിന്റെ വികസനത്തിനോ മറ്റോ ഉള്ളതല്ല. വഴിയിൽ തടസ്സമാകുന്നത് മുറിച്ചു മാറ്റൽ സുന്നത്താണ്, അത് വേറെയും മനസ്സിലാക്കണം. വഴിയിൽ തടസ്സമാകുന്ന ഒരു മനുഷ്യന് അല്ലാഹു സ്വർഗം കൊടുത്തു. എങ്ങനെ? വഴിയുടെ നടുവിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധം പ്രയാസമുണ്ടാക്കിയിരുന്ന ഒരു മരം അയാൾ മുറിച്ചു മാറ്റിയപ്പോ അതിന്റെ വിഷയത്തിൽ സ്വർഗത്തിൽ കടന്നുവെന്ന ഹദീസിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അങ്ങനെ ഒരു ഉപദ്രവമില്ല, ഉപകാരം മാത്രമുള്ള ഒരു സ്ഥലത്ത് ആ മരം ഒരാൾ മുറിച്ചു മാറ്റിയാൽ സവ്വബല്ലാഹു റഅസഹു ഫിന്നാർ, നരകത്തിലേക്ക് അല്ലാഹു അവരുടെ തല വെച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.